إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്. പരലോക ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടവരാണ് മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാപ്പകലുകൾ മാറി മാറി വരിക എന്നതും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമെല്ലാം നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോവുക എന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുഖല്ലിബുല്ലാഹു അൽ-ലൈല വൻ-നഹാർ, അല്ലാഹു രാവും പകലും അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്ക്, ഉൾക്കാഴ്ചയുള്ളവർക്ക്, കാര്യങ്ങളെ നേരോടെ ദർശിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം, അതിനെക്കുറിച്ച് നാം ആലോചിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠമാണ് മരണം. അത് നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലെ ഈ ജീവിതം അതിന് വിരാമം കുറിക്കാൻ സമയമായിട്ടുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ് മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളുണ്ട്. പലപ്പോഴും നാം പറയാറുണ്ട്, എനിക്കൊരു വയസ്സ് കൂടിയെന്ന് നാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു നൽകിയ ആയുസ്സിൽ നിന്ന് അതിന്റെ വലിപ്പം കുറയുകയാണ്, അതിന്റെ നീളം കുറയുകയാണ് എന്ന വിചാരമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആയുസ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും പലതരത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചിലർക്ക് മാസങ്ങളോ വർഷങ്ങളോ, ചിലർക്ക് ദിവസങ്ങളോ നിമിഷങ്ങളോ മാത്രമായിരിക്കും. എന്നാൽ ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീണ ഓരോ ആളുകളും അവർക്ക് അവരുടെ ഈ ആയുസ്സിനൊരു അന്ത്യമുണ്ട് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതെപ്പോഴാണ്, അതെങ്ങനെയാണ് എന്ന വിഷയത്തിൽ മാത്രമേ ആളുകൾക്ക് സംശയമുള്ളൂ, ആളുകൾക്ക് തർക്കമുള്ളൂ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആയുസിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, ഒരാൾക്കുള്ള ആയുസിന്റെ അവധി എത്തിയാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നീട്ടി നൽകുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ ധാരണ എന്താണ്? ഈ ദുനിയാവിൽ നിന്ന് ഞാനിപ്പോഴൊന്നും മരിക്കുകയില്ല. എൻ്റെ വീട്ടിൽ പ്രായമുള്ള എൻ്റെ വെല്ലുപ്പയുണ്ട്, എൻ്റെ വെല്ലുമ്മയുണ്ട്, അതല്ലെങ്കിൽ ഞാൻ കാണുന്ന മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ മരിച്ചാലേ ഈ ദുനിയാവിൽ നിന്ന് ഞാനൊക്കെ മരിക്കുകയുള്ളൂ എന്ന ധാരണയിലാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് നമുക്ക് ഈ നിർഭയത്വം നൽകിയത്? ആരാണ് നമുക്ക് ഈ സമാധാനം നൽകിയത്? ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മരണം നിശ്ചയിച്ച് ഇന്ന സ്ഥലത്താണെന്ന് ഒരാൾക്കും അറിയുക സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ആ അവധി വന്നെത്തിയാൽ അല്ലാഹുവിലേക്ക് യാത്രയാകേണ്ടവരാണ് നാം ഓരോരുത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ 1/3 കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേൽക്കുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. ജാഅത്തിർ റാജിഫ തത്ബഉഹ റാദിഫ, ജാഅത്തിർ റാദിഫ റാജിഫ തത്ബഉഹ റാദിഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 തവണ ആവർത്തിക്കുകയാണ്. അഥവാ ഖിയാമത്ത് നാൾ അത് വന്നിരിക്കുന്നു, അത് ഉറപ്പായും സംഭവിക്കുന്നതാണ്, അത് വളരെ അടുത്ത് തന്നെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിളിച്ചു പറയുകയാണ്.
ഇസ്രാഫീൽ എന്ന മലക്ക് ഒന്നാമത്തെ ഊത്ത് ഊതുന്നതോടുകൂടി ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണ്. ആ ഊത്തിനാണ് റാജിഫ എന്ന പേര് പറയപ്പെടുക. അങ്ങനെ മനുഷ്യരെല്ലാം അവരുടെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനായി മഹ്ശറയിലേക്ക് പുറപ്പെടുന്നതിനായി രണ്ടാമത് ഒരു ഊത്ത് വീണ്ടും ഇസ്രാഫീൽ എന്ന മലക്ക് നിർവഹിക്കും. അതിന്റെ പേരാണ് റാജിഫ എന്ന് പറയുന്നത്. അങ്ങനെ റാജിഫയും എല്ലാം വരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജാഅൽ മൗതു ബിമാ ഫീഹ്, മരണം അതിന്റെ വേദനയും പ്രയാസവും പരീക്ഷണവുമായി വന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അത് നാം ഇടയ്ക്കിടെ പുതുക്കുക. മാസങ്ങളും വർഷങ്ങളും എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ നമ്മിൽ കടന്നു വരേണ്ട ഒന്നാമത്തെ ചിന്ത അത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മരണചിന്ത വർദ്ധിപ്പിക്കുന്നവർക്ക് പണ്ഡിതന്മാർ 3 നേട്ടങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇമാം ദഖ്ഖാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ അക്സറ ദിക്റൽ മൗത്ത് അക്റമഹുല്ലാഹു ബിസലാസ്, ആരെങ്കിലും മരണത്തെ ഓർക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കുന്നതാണ്. ഒന്നാമത്തേത് ബിതഅജീലി തൗബ, അവൻ പെട്ടെന്ന് തൗബ ചെയ്യുന്നതാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പെട്ടെന്ന് തൗബ ചെയ്യാൻ അവൻ അള്ളാഹു അവസരം നൽകുന്നതാണ്. വഖനാഅത്തിൻ ഫിൽ ഖൽബ്, അതുപോലെ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് അവനുണ്ടാകുന്നതാണ്. വനശാത്തിൻ ഫിൽ ഇബാദ, ഇബാദത്ത് ചെയ്യുമ്പോൾ അവന് ഉന്മേഷം ഉണ്ടാകുന്നതാണ്. മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവർക്ക് ഇബാദത്ത് നിർവഹിക്കുമ്പോൾ ഒരു ഉന്മേഷവും ഒരു ആവേശവും ഒരു മനസ്സാന്നിധ്യവും ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ നസിയൽ മൗത, എന്നാൽ മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തവൻ, അതിനെ വിസ്മരിച്ച് കളഞ്ഞവൻ, ആഖബഹുല്ലാഹു ബിസലാസിൻ, 3 കാര്യങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ്, അള്ളാഹു അവനെ പരീക്ഷിക്കുന്നതാണ്. ഒന്നാമത്തേത് ബിതസ്വീഫി തൗബ, അവൻ തൗബ ഇങ്ങനെ നീട്ടിവെക്കും. ഇന്നാകാം, നാളെയാകാം, റമദാനാകട്ടെ, ഹജ്ജ് കഴിയട്ടെ എന്നിങ്ങനെ പറഞ്ഞ് തൗബ നീട്ടിവെക്കുകയും അവസാനം തൗബ ചെയ്യാതെ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്ന അവസ്ഥ, അത്തരത്തിലുള്ള ശിക്ഷ മരണത്തെ വിസ്മരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയേക്കാം. വതർക്കിർ റിദാ ബിൽ ഖലീൽ, അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത മനസ്സ്, എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു അവസ്ഥ, അത്തരത്തിലുള്ള മനസ്സിന്റെ ഉടമയായിരിക്കും മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ആളുകൾ. വതകാസുലിൻ ഫിൽ ഇബാദ, ഇബാദത്ത് നിർവഹിക്കാൻ അവൻ അങ്ങേയറ്റം മടിയനായിരിക്കും. ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിൽ അലസനായിക്കൊണ്ടായിരിക്കും മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ആളുകളെന്ന് ഇമാം ദഖ്ഖാഖ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഫഅയ്യുൽ മുഅ്മിനീന അക്യസു, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുകയും അതുപോലെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് മരണത്തെ ധാരാളമായി ഓർക്കുക, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നാം ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കുക. നരകവാസികളായ ആളുകൾ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ഇങ്ങനെ കിടന്ന് അപേക്ഷിച്ചു കൊണ്ടിരിക്കും. ഈ സന്ദർഭത്തിൽ അള്ളാഹു അവരോട് പറയുന്നുണ്ട്, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, ആലോചിക്കുന്നവന്, കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവന് ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലയോ? അതുപോലെ നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ഈ താക്കീതുകാരൻ? നമ്മുടെ തലമുടി നരക്കുക, അതാണ് താക്കീതുകാരൻ എന്ന് പറയുന്നത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ആരോഗ്യദൃഢരായ യുവാക്കൾ അവരുടെ തലമുടി നരച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരതാ ഇനി പ്രതീക്ഷിക്കാനുള്ളത് അവർക്ക് മരണത്തെയാണ്. ഇനി തലമുടി നരച്ചിട്ടില്ല എങ്കിൽ നിന്റെ ചുറ്റും നീ തലമുടി നരച്ച ആളുകളെ കാണുന്നുണ്ട്, അത് മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ നമ്മുടെ സമപ്രായക്കാർ, യുവാക്കളായ ആളുകൾ, എത്രയെത്ര യുവാക്കളാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. ദീർഘകാലം ജീവിക്കണമെന്ന മോഹവുമായി ഈ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്ന എത്ര കുഞ്ഞുങ്ങളെയാണ് ഖബറിൽ നാം മറമാടിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തയുമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത്. എത്രയോ മയ്യത്തുകൾ നാം സാക്ഷിയായിട്ടുണ്ട്, എത്രയോ മയ്യത്തുകൾ നാം കബറടക്കിയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മനസ്സുകൾക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ നാം ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാവേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു കവി പറഞ്ഞതായി കാണാം, മലദ്ദഹ്റു വൽ അയ്യാമു വദ്ദംബു ഹാസിലു, കാലം അതിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ദിവസം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിന്മകളാകട്ടെ അത് ധാരാളമായി സംഭവിക്കുന്നുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു, മരണത്തിന്റെ ദൂതൻ അത് വ്യത്യസ്തമായ രൂപത്തിൽ നിന്നിലേക്ക് വന്നിട്ടും നീ ഇപ്പോഴും അശ്രദ്ധയിലാണ്, നിന്റെ ഹൃദയം ഇപ്പോഴും അശ്രദ്ധയിലാണ്. അള്ളാഹുവെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ചൊന്നും ശ്രദ്ധയില്ലാതെ നീ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു കവി പറഞ്ഞതായി കാണാം.
അതുകൊണ്ട് ദിവസങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ ഒന്നാമതായി നമ്മിൽ കടന്നു വരേണ്ട ചിന്ത അത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. രണ്ടാമത്തെ ചിന്ത ഈ ദുനിയാവിനെ കുറിച്ചാണ്. ഈ ദുനിയാവ് അത് നശ്വരമാണ് എന്ന ചിന്ത നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ജനിച്ചവർ, ഈ ദുനിയാവിലുള്ളവർ ആരും ശാശ്വതരല്ല. എല്ലാവരും ഇവിടെ നിന്ന് യാത്രയാകേണ്ടവരാണ്. അള്ളാഹു പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ, ഇവിടെയുള്ളതെല്ലാം നശിക്കാനുള്ളതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, നിന്റെ റബ്ബിന്റെ മഹത്വപൂർണ്ണമായ മുഖം മാത്രമാണ് ഇവിടെ അവശേഷിക്കുക, അതല്ലാത്തതെല്ലാം നശിക്കാനുള്ളതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നാമൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞ വർഷം അത് നാം ഇപ്പോഴല്ലേ സ്വീകരിച്ചത്, അപ്പോഴേക്കും അടുത്ത വർഷമായോ എന്ന് നാം ചോദിക്കാറുണ്ട്. അതുപോലെയാണ് ഈ ദുനിയാവിലെ ജീവിതമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുകയാണ്. അള്ളാഹു പറഞ്ഞു, വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, മുഹമ്മദ് നബിയെ താങ്കൾ അവർക്ക് ദുനിയാവിന്റെ ഒരു ഉപമ വിവരിച്ചു കൊടുക്കുക. കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയ ഒരു വെള്ളത്തെ പോലെയാണ് ഈ ദുനിയാവിലെ ജീവിതം. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, അങ്ങനെ ആ വെള്ളം ലഭിച്ചത് മൂലം ദുനിയാവിലെ സസ്യങ്ങൾ അത് ഇടകലർന്ന് വളരുകയാണ്. ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, അങ്ങനെ ആ വളർന്ന സസ്യങ്ങൾ, ആ ചെടികൾ, ആ മരങ്ങൾ അത് കാലതാമസിയാതെ തന്നെ അതിനെല്ലാം കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായി പോവുകയാണ്. ഇതുപോലെയാണ് ദുനിയാവിലെ ജീവിതം എന്നത്. ഒരു സസ്യം മുളച്ചു വന്ന് അത് തുരുമ്പിപ്പോകാൻ എത്ര സമയമാണോ ആവശ്യമുള്ളത്, അതെത്ര നിസ്സാരമാണോ അത്രയും നിസ്സാരമാണ് ഈ ദുനിയാവിലെ ജീവിതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, ഈ ദുനിയാവിന് അല്ലാഹുവിന്റെ പക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഉണ്ടായിരുന്നുവെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാഇൻ, ഈ ദുനിയാവിൽ ഒരു അവിശ്വാസിയും അല്ലാഹുവെ ചീത്ത പറയുന്ന, അല്ലാഹുവിൽ അവിശ്വസിച്ച ഒരു അവിശ്വാസിയും ഈ ദുനിയാവിൽ നിന്ന് ഒരു ഇറക്ക് വെള്ളം പോലും അല്ലാഹു അവർക്ക് നൽകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പക്ഷേ കാഫിരീങ്ങളായ ആളുകൾ അവരിവിടെ കുടിക്കുന്നുണ്ട്, അവരിവിടെ ഭക്ഷിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അല്ലാഹു ഈ ദുനിയാവിന് അത്രമാത്രമേ വില കൽപ്പിച്ചിട്ടുള്ളൂ, അത് അല്ലാഹുവിന്റെ പക്കൽ അത്രയും നിസ്സാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, ഈ ദുനിയാവ് അത് പിന്നോട്ടേക്കുള്ള അതിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ ആഖിറമാകട്ടെ പരലോകം അത് നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാചകം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ പിന്നാലെയാണ് ആളുകൾ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മിലേക്ക് അടുത്ത് വരുന്ന ഈ ആഖിറം, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിക്കളയുന്ന ആളുകൾ, അവരുടെ കാര്യം വളരെ അത്ഭുതമാണെന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ അതിന്റെ നശ്വരത അത് വളരെ തീർന്നു പോകാനുള്ളതാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. മഹാനായ സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു അപരിചിതനെ പോലെയോ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉപദേശം നൽകുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ ദുഃഖവും അതിലെ സന്തോഷവും അതിലെ കയ്പും മധുരവും പ്രയാസവും പരീക്ഷണവുമെല്ലാം ഒരു നാൾ നീങ്ങിപ്പോകുന്നതാണ്. പിന്നീട് നാം ചെയ്തു വെച്ച നന്മകൾ അത് മാത്രമാണ് നമുക്ക് ഉപകരിക്കുക. ആരൊരു അരമണി തൂക്കം നന്മ ചെയ്തുവോ അതവൻ നാളെ പരലോകത്ത് കാണുന്നതാണ്. ഒരമണി തൂക്കം തിന്മ ചെയ്തുവോ അതും അവൻ അവിടെ കാണുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുനിയാവിന്റെ സന്താനങ്ങളാകരുത് നാം, മറിച്ച് ആഖിറത്തിന്റെ മക്കളായി തീരുക. അതാണ് മഹാനായ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു നമ്മോട് ഉപദേശിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ഭയപ്പെട്ടിരുന്നത് ദാരിദ്ര്യമോ അതല്ലെങ്കിൽ നമ്മുടെ ഉപജീവനത്തിലുള്ള കുറവോ ഒന്നുമായിരുന്നില്ല, മറിച്ച് അവിടുന്ന് ഭയപ്പെട്ട കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളിൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക്, നിങ്ങളുടെ മുൻപുള്ള ആളുകൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ദുനിയാവ് വിശാലമാക്കപ്പെടുകയും ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, ആ ദുനിയാവ് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ പരസ്പരം മത്സരിച്ചതുപോലെ നിങ്ങൾ മത്സരിക്കുകയും വതുൽഹീകും കമാ അൽഹതുഹും, അങ്ങനെ ആ മത്സരിക്കുന്നത് കാരണം അവർ ആഖിറത്തിനെ തൊട്ട് അവർ എങ്ങനെയാണോ അവരെ ആ ദുനിയാവ് അശ്രദ്ധമാക്കിയത് അതുപോലെ നിങ്ങളെയും ഈ ദുനിയാവ് അശ്രദ്ധമാക്കി കളയുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ദുനിയാവിന്റെ പേരിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി, അത് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിച്ചാൽ അത് മുഖേന ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്.
അവിടുന്ന് പറഞ്ഞു, തതനാഫസൂൻ, ദുനിയാവ് നേടുന്നതിന് വേണ്ടി, അത് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കും. സുമ്മ തതഹാസദൂൻ, പിന്നീട് നിങ്ങൾ പരസ്പരം അസൂയ വെക്കും. സുമ്മ തതദാബറൂൻ, പിന്നീട് നിങ്ങൾ പരസ്പരം മുഖം തിരിച്ചു കളയുന്ന, കണ്ടാൽ നോക്കാൻ പോലും കൂട്ടാക്കാതെ തിരിഞ്ഞു കളയുന്ന രൂപത്തിലേക്ക് നിങ്ങളായിത്തീരും. സുമ്മ തതബാഗദൂൻ, പിന്നീട് പരസ്പരം വിദ്വേഷവും പകയുമായി നടക്കുന്നവരായിരിക്കും നിങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ദുനിയാവിന് വേണ്ടി എത്രയെത്ര ബന്ധങ്ങളാണ് ശിഥിലമായി കിടക്കുന്നത്. സഹോദരന്മാരും ഉപ്പയും മക്കളും തമ്മിൽ ബന്ധം വിച്ഛേദനം ചെയ്യപ്പെട്ടത് കേവലം ചില ദുനിയാവിന്റെ സ്വത്തിന്റെ പേരിൽ ബന്ധം വിച്ഛേദിച്ച എത്രയോ ആളുകളുണ്ട്. അയൽവാസികളുമായി ബന്ധം വിച്ഛേദിച്ചവർ, ഉപ്പയുമായി ബന്ധം വിച്ഛേദിച്ചവർ, സഹോദരങ്ങളുമായി ബന്ധം വിച്ഛേദിച്ചവർ, ഇതെല്ലാം ഒരു ദുനിയാവിന്റെ സമ്പത്തിന് വേണ്ടി, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ നീങ്ങിപ്പോകുന്ന, തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ വഞ്ചിതരാകാതെ നാളെ പരലോകത്തേക്ക് വേണ്ടി, അതിനു വേണ്ടി നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ച ആളുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ പരലോകത്തേക്ക് വേണ്ടി, നാളത്തേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ ആളുകളും അവർ പരിശോധിച്ചു കൊള്ളട്ടെ, അവർ നോക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ ഖബറടക്കുകയുണ്ടായി. അങ്ങനെ ഖബറിന്റെ ഓരത്തിരുന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മണ്ണെല്ലാം നരന്റെ കുതിർന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെയുള്ള സഹാബികളോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലുള്ളൊരു ദിവസത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തീർന്നു പോകുന്ന നശ്വരമായ ഈ ദുനിയാവിൽ ആർമാദിക്കാതെ, അതിൽ മതിമറന്ന് പരലോകം മറക്കുന്നവരായി തീരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും മരണത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദിവസങ്ങളും വർഷങ്ങളുമെല്ലാം കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ വരേണ്ട മൂന്നാമത്തെ ചിന്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആയുസ്സിനെ കുറിച്ചുള്ള ബോധം. അതൊരനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ജനങ്ങളിൽ അധിക പേരും വിസ്മരിച്ചു കളഞ്ഞ, അധിക പേരും വഞ്ചനയിൽ അകപ്പെട്ടു പോയ രണ്ടനുഗ്രഹങ്ങളുണ്ട്. അതേതാണ്? ആരോഗ്യവും ഒഴിവു സമയവുമാണതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക, അതിനെ നീ മുതലാക്കുക. ഏതൊക്കെയാണത്? ശബാബക ഖബ്ല ഹറമിക്, നിനക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വകാലത്തെ നീ ഉപയോഗപ്പെടുത്തണം. വസിഹ്ഹതക ഖബ്ല സഖമിക്, നിനക്ക് രോഗം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യകാലം. വഗിനാക ഖബ്ല ഫഖ്രിക്, നീ ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ ഐശ്വര്യകാലം, നിനക്ക് സമ്പത്തുള്ള കാലം, അതിനെ നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശുഗ്ലിക്, നിനക്ക് തിരക്കുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ ആകുന്നതിന് മുമ്പുള്ള ഒഴിവു സമയം, അത് നീ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് അവസാനമായി പറഞ്ഞു, വഹയാതക ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം, അത് നീ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സമയത്തിന്റെ പ്രാധാന്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സിന്റെ വില, അത് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. മഹാന്മാരായ സലഫുകൾ അവരെങ്ങനെയായിരുന്നു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ നദിംതു അലാ ഷൈഇൻ, ഞാൻ ഒരു കാര്യത്തിലും ഇങ്ങനെ കോപിച്ചിട്ടില്ല, ഇങ്ങനെ വിഷമിച്ചിട്ടില്ല. ഏത് കാര്യമാണത്? അദ്ദേഹം പറയുകയാണ്, ഗറബത് ശംസുഹു, ഒരു ദിവസം അത് അവസാനിക്കുകയാണ്, ആ ദിവസം അത് സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. നഖത ഫീഹി അജലി, അങ്ങനെ സൂര്യൻ അസ്തമിക്കുമ്പോൾ എൻ്റെ ആയുസ് കുറയുകയാണ്. വലം യസ്ദദ് ഫീഹി അമലി, പക്ഷേ ആ ദിവസം പ്രത്യേകിച്ച് എൻ്റെ സൽക്കർമ്മങ്ങളൊന്നും എനിക്ക് കൂടിയിട്ടില്ല, അതിൽ യാതൊരു വർധനവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ദിവസം
എന്നിലൂടെ കടന്നു പോകുന്നതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി അദ്ദേഹം പറഞ്ഞു, അദ്റക്തു അഖ്വാമൻ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അഥവാ സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയായിരുന്നു? കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമികും വദനാനീരികും. നിങ്ങളുടെ ദിർഹമുകളും ദീനാറുകളുമെല്ലാം എത്ര താല്പര്യത്തോടെയാണോ നിങ്ങളത് സ്വീകരിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നത്, അതിനേക്കാൾ സമയത്തിന് വില കൊടുത്തിരുന്ന, സമയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമായി ഞാൻ സഹവസിച്ചിട്ടുണ്ടെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. എല്ലാ ദിവസവും രാവിലെ ആ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതം നമ്മോട് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്. അല്ലയോ ആദമിന്റെ പുത്ര, ഞാനിതാ ഒരു പുതിയ സൃഷ്ടിയാണ്. ഒരു പ്രഭാതം അത് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഅലാ അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. വതസവ്വദ് മിന്നി ഫഇന്നി ഇദാ മദൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഞാൻ നിന്നിൽ നിന്നും വിട്ടുപോയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല എന്ന് ഓരോ പ്രഭാതവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നമാ അൻത അയ്യാം, നീ എന്ന് പറയുന്നത് അത് കേവലം ചില ദിവസങ്ങളാണ്. ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഒരു ദിവസം കഴിഞ്ഞു പോയാൽ നിന്നിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസങ്ങളും കഴിയുന്തോറും നിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഉപദേശിച്ചതായി കാണാം. അതുകൊണ്ട് മനുഷ്യൻ അല്ലാഹു നൽകിയ ഈ ആയുസ്, ആ സമയം അത് അനാവശ്യമായി ഉപയോഗപ്പെടുത്തേണ്ടവരല്ല. ദിർഹമുകളും ദീനാറുകളും അത് മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ നാം എത്രത്തോളം പിശുക്ക് കാണിക്കുമോ അതിനേക്കാൾ പിശുക്കുള്ളവരായിരിക്കണം നമ്മുടെ സമയത്തിന്റെ കാര്യത്തിൽ. അത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നാം ശ്രദ്ധിക്കുക. നന്മയുടെ കാര്യത്തിലാണെങ്കിൽ നാം അത് ഉപയോഗപ്പെടുത്തുക. അതല്ലാതെ കളിയും വിനോദവുമായി ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നന്മയുടെ ഏടുകൾ അത് കാലിയായി കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണേണ്ടി വരുന്നതാണ്. ഒരു കവി പറഞ്ഞതായി കാണാം, ഇന്നാ ലനഫ്റഹു ബിൽ അയ്യാമി നഖ്തഉഹാ വകുല്ലു യൗമിൻ മദാ യുദ്നി മിനൽ അജലി. ഓരോ ദിവസവും നമ്മിലൂടെ കടന്നു പോകുന്നത്, നാം ആ ദിവസത്തെ യാത്രയാക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ്സിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചവിട്ടടികളും ഖബറിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഅമൽ ലിനഫ്സിക ഖബലൽ മൗതി മുജ്തഹിദ, അതുകൊണ്ട് മരണത്തിന് മുമ്പ് നീ നിനക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക. ഫഇന്നമർ റിബ്ഹു വൽ ഖുസ്റാനു ഫിൽ അമലി, കാരണം ലാഭവും നഷ്ടവും എല്ലാം തീരുമാനിക്കുന്നത് ഈ ദുനിയാവിൽ വെച്ച് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും സ്വയം ഒരു വിചാരണ ചെയ്യുക. നമുക്കെത്ര പ്രായമായി, നാം എന്ത് ചെയ്തു, ഈ ദുനിയാവിൽ ഇനി എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് അള്ളാഹു നൽകിയ അവസരങ്ങൾ അത് നന്മയിൽ ഉപയോഗപ്പെടുത്തുക. ബാക്കിയുള്ള ആയുസ് അത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം അവൻ മാപ്പാക്കി നൽകിയേക്കാം. അതുകൊണ്ട് നമുക്ക് നൽകിയ ആയുസ്സിനെ അത് വളരെ ക്രിയാത്മകമായി നന്മയുടെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു വ്യക്തിയുടെ അവന്റെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടണമെന്ന് അങ്ങനെയൊന്നും തീരുമാനമില്ല. മറിച്ച് നമ്മുടെ പരലോകത്തേക്ക് വേണ്ട കാര്യങ്ങൾ അതുമായി നാം ബന്ധപ്പെടുക, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി നാം ഇടപഴകുക. അതല്ലാതെ അനാവശ്യമായുള്ള സംസാരങ്ങൾ, അനാവശ്യമായുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിലൊന്നും നാം ഏർപ്പെടുന്നത് നമുക്കൊരിക്കലും ഗുണകരമായി തീരുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അവസാനമായി പണ്ഡിതന്മാർ അവർ മനുഷ്യരുടെ ജീവിതത്തെ 4 ഘട്ടങ്ങളായി തിരിച്ചതായി കാണാം. ഒന്നാമത്തെ ഘട്ടം എപ്പോഴാണ്? നാം ജനിക്കുന്നതിന് മുമ്പുള്ള ഘട്ടം. നാം ജനിക്കുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നാം ജനിച്ചു വീണത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം. അത് വളരെ നിസ്സാരമായ കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ ഉമ്മത്തിന്റെ ശരാശരി പ്രായം
അത് 60-നും 70-നും ഇടയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാലഘട്ടം, നാം ജനിച്ചത് മുതൽ മരണപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം. മൂന്നാമത്തേത് ഖബറിലെ ജീവിതമാണ്. നാം മരിച്ചത് മുതൽ നമ്മളെ ഖബറടക്കിയത് മുതൽ ഖിയാമത്ത് നാൾ ജനങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന കാലം, അതും നീണ്ട കാലമാണ്. നാലാമത്തെ ഘട്ടം അത് അറ്റമില്ലാത്ത പരലോക ജീവിതമാണ്. ഈ 4 ഘട്ടങ്ങളും നാം പരിശോധിക്കുകയാണെങ്കിൽ ഇതിലേറ്റവും സമയം കുറവ് അത് അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ഈ ദുനിയാവിലെ സമയം മാത്രമാണ്. നാം ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള സമയം കേവലം ചില വർഷങ്ങൾ, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, അത്രയേ ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അല്ലാഹു നമുക്ക് നൽകിയ ഈ സമയം, ഈ ആയുസ് അല്ലാഹുവിന്റെ തൃപ്തിയിൽ മാത്രം ഉപയോഗിക്കുകയും ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യുകയും അല്ലാഹുവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സ്വയം വിചാരണ നടത്തുന്ന മുഹാസബത്തുൻ നഫ്സ് അത്തരത്തിലുള്ള ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.